64ാമത് സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ മംഗളം കളിയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് വില്യാപ്പള്ളി MJVHSS എ ഗ്രേഡ് കരസ്ഥമാക്കി. 2 വർഷങ്ങൾക്ക് മുമ്പായാണ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മംഗലം കളി ഉൾപ്പെടുത്തിയത്. ആ സമയത്ത് തന്നെ MJ സ്കൂളിലെ വിദ്യാർത്ഥികൾ മത്സരങ്ങളിൽ പങ്കെടുത്ത് മികച്ച വിജയം കൈവരിച്ചു വരുന്നുണ്ട്. തൃശൂരിൽ നടന്ന 64ാമത് സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ ഹൈസ്കൂൾ വിഭാഗം മംഗലം കളിയിൽ MJ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വില്യാപ്പള്ളി മികച്ച പ്രകടനം കാഴ്ചവെച്ച് എ ഗ്രേഡ് കരസ്ഥമാക്കി. എ ഗ്രേഡ് നേടാൻ ഈ വിദ്യാലയത്തിനായിട്ടുണ്ട്. ഗോത്രകലകളിൽ കഴിഞ്ഞ വർഷം പടിയ നൃത്തത്തിലും ഈ വർഷം മംഗലം കളിയിൽ സംസ്ഥാന തലത്തിൽ മത്സരിച്ച് എ ഗ്രേഡ് നേടാൻ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് സാധിച്ചു. നമ്മുടെ നാട്ടിൽ തീരെ പരിചിതമല്ലാത്ത ഗോത്രകലകൾ പുതുതായി പരിശീലിച്ച് അവതരിപ്പിച്ച് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ വിദ്യാർത്ഥികൾ നല്ല ഉത്സാഹമാണ് കാണിച്ചത്. വളരെയധികം പരിശ്രമം ഇതിനുവേണ്ടി വന്നിട്ടുണ്ട്. ചാർജ് വഹിച്ച ഷഫീന ടീച്ചർ മംഗലം കളിയുടെ എല്ലാ കാര്യങ്ങളിലും ഇടപെട്ട് നല്ല പരിശീലനം വിദ്യാർത്ഥികൾക്ക് നൽകാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിന്റെ കൂടി ഫലമാണ് ഈ റിസൾട്ട്. ട്രെയിനർ നിതിനും സംഘത്തിന്റെയും നേതൃത്വത്തിലാണ് പരിശീലനം നടത്തിവരുന്നത്. തുടർച്ചയായി ഉപജില്ലാ തലത്തിൽ 2 വർഷവും 1ാം സ്ഥാനം നേടിയ സംഘം ഈ വർഷം സംസ്ഥാന വേദിയിലും അതേ മികവ് ആവർത്തിച്ച് എ ഗ്രേഡ് നേട്ടം സ്വന്തമാക്കിയിരുന്നു. സ്റ്റേറ്റ് വരെ എത്തിച്ചേർന്ന് ടീച്ചേഴ്സിന്റെ സപ്പോർട്ടും എല്ലാവരും സപ്പോർട്ടും ഉണ്ട്. സ്റ്റേറ്റ് വരെ ചേർന്ന് എല്ലാവരും ഒപ്പത്തിനൊപ്പം നല്ല രീതിയിലായിരുന്നു പോയിരുന്നത്. ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. 10th ഇപ്പോൾ അതിന്റെ ഗ്രേസ്മാർക്ക് കിട്ടി. നല്ല സന്തോഷമുണ്ട്. രാത്രി വരെ കഷ്ടപ്പെട്ട് പ്രാക്ടീസ് ചെയ്തിരുന്നു. പിന്നെ 22 ടീമിൽ നിന്ന് എ ഗ്രേഡ് വരെ കിട്ടിയെന്ന് വെച്ചാൽ വലിയ കാര്യമാണ്. ഞങ്ങൾക്കതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഹെഡ് മാസ്റ്റർ ഷംസുദ്ദീൻ, സ്റ്റാഫ് കൗൺസിൽ സെക്രട്ടറി ഷഫീഖ്, അസീസ് മാസ്റ്റർ, ഷഫീന ടീച്ചർ, ഷമീറ ടീച്ചർ എന്നിവരുടെ ശക്തമായ പിന്തുണയും മാർഗനിർദ്ദേശവും വിദ്യാർത്ഥികൾക്ക് വലിയ ആത്മവിശ്വാസമായി. സംസ്ഥാന യുവജനോത്സവ വേദിയിൽ മംഗലം കളിയിൽ എ ഗ്രേഡ് നേടിയ സ്കൂളിനും വടകര ഉപജില്ലയ്ക്കും അഭിമാനമായി മാറിയ വിദ്യാർത്ഥി സംഘത്തെ രക്ഷിതാക്കളും നാട്ടുകാരും അഭിനന്ദനങ്ങളോടെയാണ് സ്വീകരിച്ചത്. മംഗലം കളിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഫസ്റ്റ് തന്നെ നമുക്ക് ഏറ്റവും അധികം കടപ്പാടുള്ളത് നിതിൻ സാറോടാണ്. നമുക്ക് ഏറ്റവും അനുയോജ്യനായ ഒരു ഗുരുവാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. കാസർഗോഡാണ് സാറെ വീട്. നല്ല സാറും സാറിന്റെ ടീമുമാണ് നമ്മളെ മക്കളെ പരിശീലിപ്പിച്ചത്. പിന്നെ ഈ സബ് ജില്ലയിലായിക്കോട്ടെ ജില്ലയിലായിക്കോട്ടെ 22 ടീമോളം നമുക്ക് മത്സരത്തിനുണ്ടായിരുന്നു. ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരുന്നു. നമ്മൾ രാവിലെയും രാത്രിയും ഒക്കെ കഷ്ടപ്പെട്ട് ഇവിടെ നിന്ന് പ്രാക്ടീസ് ചെയ്തിരുന്നു. നമ്മളെ മാനേജ്മെന്റ് ആയിക്കോട്ടെ, നമ്മുടെ HM ഷംസുദ്ദീൻ സാർ ആയിക്കോട്ടെ, പിന്നെ സ്റ്റാഫ് സെക്രട്ടറി ഷഫീഖ് സർ, അസീസ് സർ, മജീദ് സർ, എല്ലാ ടീച്ചേഴ്സും, പ്രോഗ്രാം കോർഡിനേറ്റർ ഷമീറ ടീച്ചർ, എല്ലാവരും നമുക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു. എല്ലാ ടീച്ചേഴ്സിന്റെയും സപ്പോർട്ടും എടുത്തു പറയേണ്ടത് നമ്മളെ മക്കളുടെ തന്നെ രക്ഷിതാക്കളുടെ സപ്പോർട്ട്. അവര് രാവിലെ എന്നില്ല രാത്രി എന്നില്ല, എപ്പോഴാണോ മക്കളെ ഇവിടെ എത്തിക്കേണ്ടത് ആ സമയം മുതൽ ഇവരെ കൂട്ടി പോകുന്നത് വരെ നല്ല എല്ലാ കാര്യത്തിലും വളരെയധികം സപ്പോർട്ടായിരുന്നു. പിന്നെ മക്കളുടെ പരിശ്രമം പറയുവാണെങ്കിൽ അവർക്ക് ഒരുപാട് ക്ലാസ് മിസ് ചെയ്തു. അതൊക്കെ ഇവർ കവർ ചെയ്തെടുത്തു. അതിനിടയിൽ എക്സാം ഒക്കെ ആയിരുന്നു. എന്നാലും ഫുൾ ടൈം നല്ല ഒരു പരിശ്രമമാണ് ഉണ്ടായിരുന്നത്. അതൊക്കെ കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു വിജയത്തിലേക്ക് എത്തി നിൽക്കുന്നത്. വളരെ നല്ല രീതിയിൽ പരിശീലിപ്പിക്കാൻ എല്ലാവരും സപ്പോർട്ട് ഉണ്ടായിരുന്നു. അതേപോലെ മക്കളുടെ കഠിനമായ പരിശ്രമം അതെടുത്ത് പറയേണ്ടത് തന്നെയാണ്. അവരുടെ കട്ടക്ക് സപ്പോർട്ട് നിന്ന അവരുടെ പാരൻസ്, നമ്മുടെ സ്കൂളിലെ എല്ലാ ടീം അംഗങ്ങളും അതിന് എല്ലാവിധ സഹായങ്ങളും ചെയ്തു തന്നിട്ടുണ്ട്. കണ്ണൂർ കാസർഗോഡ് ജില്ലയിലെ മലവേട്ടുവൻ മാവിലൻ ഗോത്ര സമുദായത്തിൻ്റെ ആചാരാനുഷ്ഠാന കലാരൂപമാണ് മംഗലം കളി. മംഗലം എന്നാൽ കല്യാണം. കല്യാണം 4 തരത്തിലുണ്ട്. ഇത് പുങ്ങമംഗലം, തിരണ്ടുമംഗലം, കാതുകുത്തുമംഗലം, പന്തലുമംഗലം. അതിൽ പന്തലുമംഗലത്തിലാണ് മംഗലം കളി അനുഷ്ഠാനിച്ചു വരുന്നത്. വ്യത്യസ്തമായ ചുവടുകളും ആചാരാനുഷ്ഠാനങ്ങളും വൈവിധ്യമാർന്ന പാട്ടുകളും കൊണ്ട് ഗോത്ര സമൂഹത്തിൻ്റെ ഇടയിലെ കല്യാണം വലിയൊരു ആഘോഷമാക്കി. വടക്കൻ കേരളത്തിലെ കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലൊക്കെ അവതരിപ്പിച്ചിരുന്ന ഒരു ആചാരാനുഷ്ഠാന കലാരൂപമാണ് മംഗലം കളി. ഗോത്രത്തിലെ ആചാരങ്ങളും വിശ്വാസങ്ങളും അവരുടെ സന്തോഷങ്ങളും സങ്കടവും അടിമത്വവും നായാട്ടു കഥകൾ എന്നിവയെല്ലാം തുടികൊട്ടിയിട്ട് പാട്ടിലൂടെ പറയുന്നതാണ് മംഗലം കളിയുള്ളത്. കല്യാണത്തിലാണ് ഈ മംഗലം കളി അവതരിപ്പിച്ചു വരുന്നത്.
നേരം വെളുക്കോളും തുടികൊട്ടി പാട്ടുപാടി ഇങ്ങനെ ഇത് ആചരിച്ചിരുന്നു. കൂന്ത കൂന്ത ചിരാടിക്കുന്നലേലേല കുന്തലേലേല കൂന്ത 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 ചിരാടിക്കുന്നലേലേല കുന്തലേലേല കൂന്ത 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 ചിരാടിക്കുന്നലേലേല കുന്തലേലേല കൂന്ത 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 ചിരാടിക്കുന്നലേലേല കുന്തലേലേല കുന്നന്റെ കുഞ്ഞിക്കോലെന്തു കുറവടി നേടിന പോലും ചിരാടിക്കുന്നലേലേല കുന്തലേലേല കുന്നന്റെ കുഞ്ഞിക്കോലെന്തു കുറവടി നേടിന പോലും ചിരാടിക്കുന്നലേലേല കുന്തലേലേല ചിരാടിക്കുന്നലേലേല കുന്തലേലേല കുന്നന്റെ കുഞ്ഞിക്കോലെന്തു കുറവടി നേടിന പോലും ചിരാടിക്കുന്നലേലേല കുന്തലേലേല കുഞ്ഞിക്കോ മേക്കിടാങ്ങുപ്പ